ഹലോ ഗായ്സ്, ഇത് നമ്മൾ ഒരു ഹൊറർ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അതാണ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1. ഇത് 2, 3, 4 വരെ ഉണ്ട് ഇവരുടെ ഗെയിംസ്. നമുക്ക് നേരെ പക്ഷെ ഞാൻ കാര്യം ഇന്നലെ നമ്മൾ കളിച്ച ഗാർഡൻ ഓഫ് ബൻബനാണ്. ഇവിടെ ഇത് നമ്മുടെ എനിമിയാണോ നമ്മുടെ ഫ്രണ്ടാണോന്ന് അറിയത്തില്ല. നമുക്ക് പ്ലേ ചെയ്യാം. ഇവിടെ എന്തോ ഒരു വീഡിയോസ് ഉണ്ട്, അത് കാണാം നമുക്ക്. ഞാൻ മിണ്ടാതിരിക്കുവാണ്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഇത് കരിയുമ്പോൾ ഞാൻ പറയാം കാര്യങ്ങൾ. എനിക്ക് ചെറുതായിട്ട് ഇത് അറിയാം. എന്തുവാ, ഇതൊരു ശരിക്കത്തെ ഫാക്ടറിയാണ്. അത് നിങ്ങൾ മര്യാദക്ക് ശരിക്കും കേട്ടില്ല. ഇതൊരു റിയൽ ഗേള്. എന്നാന്ന് വെച്ചാൽ ഇവരുടെ ഫാക്ടറിയിൽ കുറെ ടോയ്സ്. അത് ശരിക്കും റിയൽ ഗേൾ. കുറച്ച് സൗണ്ട് കൂട്ടുവാണ്. Her hair is sturdy and won't come out when you brush it, and smells just like a poppy flower. Poppy. Is there anything else you'd like to say, Poppy? I'm a real girl, just like you. The videos on the What's the time? Playtime! And if you've ever wanted to see how all of the nation's favorite toys were created, Playtime Co. is now offering factory tours at just $2.99 a person. An entire hour in the most magical toy factory on Earth. What are you waiting for? Come visit the factory. We can. What is it? The flower. എന്താണ് ഗെയിം തുടങ്ങാത്തത്? എനിക്ക് അതറിയാൻ വയ്യാത്ത കാര്യം. പോപ്പി പ്ലേ ടൈം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പേര് പോപ്പി പ്ലേ ടൈം എന്നാണ്. ഫൈൻഡ് ദി ഫ്ലവർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്ലവറാണ്. ഇത് പിന്നെ മൊബൈലിൽ പൈസ കൊടുക്കണം. ഞാനിത് ഗൂഗിളിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അതെന്തെങ്കിലും ഓട്ടെ. തുടങ്ങാത്ത എന്താ ലോഡിങ് വന്നേ ഉള്ളൂ. തുടങ്ങി മേലോട്ടോ. അവിടെ എന്തോ കാസറ്റ് പോലത്തെ എന്തോ സംഭവിക്കുന്നത്. അതിങ്ങടുത്ത് ഇവിടെ ഇതും എന്തോ ഒരു ടി വിക്കകത്ത്. Hi, my name is Leif Pierre, and I'm the head of innovation here at the Playtime Co. Toy Factory. If you're seeing this, then you're trespassing. We play this little tape on loop whenever we close the factory for the day. So, trespasser, just to make you aware, while we pride ourselves primarily on quality toys and excellent care, we also pride ourselves on our security. For example, this facility is full of hidden motion triggers, which, once set off, will turn on the factory's emergency alarms and directly contact the authorities. And that's one of the more tame aspects of our security system. No spoilers. So, you've got my warning. It's not too late to turn around. I just hope that you're certain whatever you're doing is worth it. ഇവിടെ എന്തോ ഒരു ഡോറുണ്ട്. ഇത് തുറന്നപ്പോൾ ഇവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അതിൻ്റെ കളറ് പച്ച, പിങ്ക്, മഞ്ഞ, ചുവപ്പ്. ഓർത്ത് വയ്ക്കാം. ഇത് നമുക്ക് അവിടെ നടിച്ചു നോക്കാം. ആയാലോ പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കളേഴ്സ് ഉണ്ട്, പച്ച, മഞ്ഞ, ചുമപ്പ്. അത് തുറന്ന് എൻ്റെ മോൻ എൻ്റെ ഐക്യു. ഇവിടെ ഒരു കാസറ്റ് ഇരിപ്പുണ്ട്. ഇവിടെ ഇത് പ്ലേ ടൈം. ഇത് എന്തോ വീഡിയോ ഗ്രാബ് പാക്ക്. നമുക്ക് കൈ കിട്ടും. അവിടെ ഒരു ബാക്കിലൊരു ഹാൻഡ് ഉണ്ട്. അത് ഇങ്ങനെ സൈഡിലോ താരോട്ടും മേലോട്ടും വെക്കാം. ഇതും കൊണ്ട് ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ നീക്കാൻ പറ്റും. അതൊക്കെ കൊള്ളാം. വർക്കറിൻ്റെ മേളിലോട്ട് കൈ വിടരുത്. വർക്കർ തല വെട്ടി. ഈ ഹാൻഡിന് ഇച്ചിരി പവർ കൂടുതലാണ്. താങ്ക് യു. യൂസ് യുവർ ഗ്രാഫ് പാക്ക്
ഗ്രാബ് പാക്ക് വെസ്റ്റ് അത് വായിക്കുന്നതിന് മുന്നേ വായിച്ചു. വാട്ട് ആസ് ടൈം. നാണ്ട് നമുക്കത് കിട്ടും. നാണ്ടിരിക്കുന്നത്. നമുക്ക് കൈ കിട്ടി. ഈ കൈ നമുക്ക് അവിടെ യൂസ് ചെയ്യണം. ഇതിനകത്ത് എന്തോ ഹഗ്ഗി വഗ്ഗിയൊക്കെ വരുമെന്ന് പറഞ്ഞു. ഹഗ്ഗി വഗ്ഗി നമ്മുടെ എനിമിയാണെന്നൊക്കെ കേൾക്കുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ. എന്താ തുറക്കാത്ത? വേഗം വേഗം, നമ്മളെ അവൻ പിടിക്കുമെന്നൊക്കെ. ഇത് നമ്മുടെ എനിമിയാണോ? ഇത് പാവയായിരുന്നു, ഞാൻ വെറുതെ പേടിച്ചു പോയി. എൻ്റെ പ്ലെയറിൻ്റെ ഹാൻഡും കൊണ്ട് ഞാനെന്തോ അങ്ങോട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ എന്തോ സംഭവം? ഇതെന്തോ ഇറത്ത? ഇവിടെ എന്തുവാ പവർ? അവിടെ എന്തോ ഇത് ഗായ്സ്, ഇവന് ജീവനുണ്ട്. അവൻ്റെ കയ്യെ മറ്റെന്തുവാ ജീവന്ന്. ഇവിടെയും ആ പോപ്പി 1 2 പ്ലേ എന്ന് വെച്ചിട്ട് എനിക്കറിയാൻ വയ്യ എന്തിൻ്റെ എന്താന്ന് വെച്ചാ എന്തുവാ കളിക്കുന്നു. പോപ്പി 1 2 പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവനെന്ത്? അവൻ ഓടിപ്പോയോ? ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ അവനെ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് മാഞ്ഞു പോകുന്നത്. അതെങ്കിലും ആവട്ടെ. ഇനി ഇവിടെ തുറന്നിട്ടുണ്ട്. ഇവിടെ ഇല്ലേ അവൻ്റെ ഹാൻഡ് നമ്മൾ കണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ പോകണം. ദില്ലമ്പടപട ഇവിടെ അവൻ്റെ ആ കളറുണ്ട്. അത് മറ്റേ ഈ പ്ലെയർ കുളിച്ചില്ലായിരുന്നു, കുളിച്ചിട്ട് വന്നത്. ഇവിടെ നമ്മളെത്തി. ഇതിൻ്റെ കാസറ്റ് നമ്മുടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇടുമായിരുന്നു. ഇവിടെ എന്തുവാ ബ്ലൂ സാധനം? അതിവിടെ ഇടാനാ? അതിവിടെ ഇടാനാ. താണ്ട് അതിൻ്റെ മഞ്ഞ ഇരിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഇത് ഒളിപ്പിച്ചിട്ടേക്കുക. നമ്മളത് കണ്ടുപിടിക്കണം. നിങ്ങളവിടെ ഒരു തല കണ്ടില്ലേ, ഒരു കുട്ടീൻ്റെ? അതെനിക്ക് ഓർമ്മ വരിക. മറ്റേ ഇല്ലേ ഈ ചാനലിലെ മറ്റേ ബേബി യെല്ലോൻ്റെ തല പോലുണ്ട്. ഇപ്പം നമുക്ക് ഗ്രീൻ കിട്ടി, റെഡ് കിട്ടി. എല്ലാം കിട്ടിയാന്ന് തോന്നുന്നു. ഇനിയൊന്നുമില്ല, ചുമ്മാ അവിടെയൊക്കെ തപ്പിയിട്ട് പോവാം. ആവശ്യം വരും. അത് തുറന്നേ. ഇതിൻ്റെ 2 ഇച്ചിരി ലോങ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെ 2 ഇടത്തുള്ളൂ. ഇതിൻ്റെ 2 ഒക്കെ ഫോണിലുണ്ട്. എല്ലാം ഉണ്ട് നമ്മുടെ. അവിടെ എന്തോ ഇരിക്കുന്നല്ല, കാണാൻ പറ്റില്ല. അടിയിലോട്ട് ഇറങ്ങാം. എന്തുവാ എനിക്കിപ്പോൾ അത് കണ്ടിട്ട് തോന്നുന്നത് ഒരു ഹാൻഡ്. അത് റെഡ് ഹാൻഡാ. നമുക്ക് ബ്ലൂ ഹാൻഡും റെഡ് ഹാൻഡും കിട്ടി. നമുക്ക് 2 ഹാൻഡും കിട്ടി. ഇനി അത് ഇവിടെ യൂസ് ചെയ്യണം. ഒന്ന് അടുത്ത രണ്ടാമത്തെ ചാട്. അതിപ്പോൾ തുറക്കും. ഡേഞ്ചർ. നമ്മളിത് കുറേ ഉണ്ടാവുക. ബെസ്റ്റ്. ഇപ്പം താര വീണിട്ട് ഇപ്പം ശരിക്കും ഡേഞ്ചറായിട്ട്. ഇയാളെന്താ ഓടാത്ത? ഇത് മറ്റേ സംഭവം. ഇപ്പം നമുക്ക് 2 ഹാൻഡ് കിട്ടിയോണ്ട് ഇത് ഞാൻ കുറച്ചൊക്കെ യൂട്യൂബ് കണ്ടിട്ടുണ്ട്. ഒരു കണ്ടാക്ടർ ഉണ്ട്. ഈ സാധനം യൂസ് ചെയ്താൽ നമുക്ക് പവർ ഓണായി വരും. ഇപ്പോൾ പവർ ഓണായി. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല, തന്നെ ഊക്കിക്കൊണ്ടിരിക്കും. കണ്ടോ? അതാണ് ഞാനിപ്പോൾ യൂസൊന്നും ചെയ്യുന്നില്ല. ഞാനെന്തുവാ പ്ലെയറിൻ്റെ ബോഡി ഇരിക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും എനിക്ക് വരുന്നില്ല. ഈ താര വരുന്നെന്നു ഇതൊക്കെ എത്ര കണ്ടതാണ് നമ്മൾ. ന്യൂമി ഇതൊക്കെ നമ്മൾ എത്ര കണ്ടത്. ഈ ഗെയിമിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു.
എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്ലഡൊക്കെ ഉണ്ട്. ഇവിടെ എന്തുവാ നീഡ്സ് പവർ. ഓ പവർ വേണം. പവർ എവിടാ? പവർ മണ്ടയ്ക്കാണ്. മണ്ടയ്ക്ക് കയറട്ടെ. ഇന്നെങ്ങാണോ എത്തുമോ ഇയാൾ? ഇവിടെ ഉണ്ടോ കാസറ്റ് എണ്ണ? അത് തോണ്ടിരിക്കുന്നു. അതിപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും. ഇവിടെ മറ്റേ സംഭവം ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഇടാം. ഇത് ഇച്ചിരി വലിയ പാക്കില്ല. ഒന്ന് ആലോചിക്കട്ടെ. ഇത് ഇവിടെ വെക്കണം. കുറച്ചൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ടുള്ളൂ. ആ ഇനി യൂസ് ചെയ്യേണ്ടിയ ഇങ്ങനെ. ഓ ഇത് ശരിയല്ല. ഒന്നും കൂടെ ചെയ്യണം ഇനി. അപ്പോൾ ആദ്യം ഇത് ചെയ്യണം. രണ്ടാമത്തെ അത്. അല്ല അത് തന്നെ ചെയ്താൽ മതി. അത് നമ്മൾ പവറാണ്. ചാടിയാൽ മതി. വേണ്ട ചാവാൻ പയ്യ. നമുക്ക് സ്റ്റെപ്പ് ഇറക്കി പോവാം. ബ്ലൂ ഹാൻഡ് കാസറ്റ് ഇട്ടിട്ട് നമുക്ക് താരോട്ടോ. നമ്മൾ കാസറ്റ് ഇട്ടാൽ ഒന്നും കാണത്തില്ല. What made you want to work at the Playtime Co. factory? Playing with toys when I was young was so magical. I could go straight from my bedroom floor to anywhere in the world. Such a great feeling. And being able to work at a toy factory. It's a pretty great feeling too. Sometimes though, I really wish I could go back to being a kid. And it's weird because adults are just kids, but older. I don't think anyone ever really feels like an adult. Your body gets older, and then you die. Our bodies just can't stay young forever. There's things though, like some trees that can stay alive even while being way older than a person. Most people to ever live are still younger than us. I guess everyone is always young or something. Right? All right, I think we're getting close. You are enemy. ഇപ്പം അതിൻ്റെ കണ്ണില്ലേ ബ്ലം. ഇപ്പം അത് ഓഫായി. ബ്ലം ബ്ലം ബ്ലം. ഇവിടെ ആയോ? ഇവിടം വരെ ടോയ്. ഞാനറിഞ്ഞു. ഞാൻ കണ്ട പോലും. ഇത് പൂച്ചയാകെ. എനിക്ക് ഈ ചാപ്റ്റർ 2 വരെ നമ്മൾ കളിക്കുന്നുള്ളൂ. 3ഉം 4ഉം കുറച്ച് ലാഗ് അടിക്കും മൊബൈലിൽ കളിച്ചാൽ. അതുകൊണ്ട് നമ്മൾ 2, 1 കളിക്കുന്നു. 1 ഈസി എല്ലാവർക്കും. എനിക്കത് ആദ്യമായിട്ട് കളിക്കുന്നതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. ഇവിടെ ടോയ് വെച്ച് ടോയ് സ്കാനെടുത്ത് ഹഗ്ഗി വരുന്നു. ഇതിനകത്ത് കയറണം. വേഗം കയറണം. നിങ്ങളിത് കണ്ടോ? ഞാൻ അപ്ലൈക്കാൻ മിണ്ടാതിരിക്കാം. എനിക്ക് മിണ്ടാതിരുന്നാലേ വല്ലോ ഗെയിമിൽ എനിമീസ് വരുമ്പോൾ കളിക്കാൻ പറ്റില്ല. അവരവിടെ നിന്ന് വരുന്നുണ്ട്. നിനക്ക് പുല്ല് വിലയാണ്. അവിടെ വഴിയില്ല. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. നേരെ പോയാൽ ഇവിടെ കുലിഞ്ഞിട്ട് കയറും. അത് ഇച്ചിരി റിസ്ക് ആയിരുന്നു. നമ്മളെ ഹഗ്ഗി തുറക്കടാ അതിലൊരു തുറന്ന ബാക്കിൻ്റെ ഷോട്ടുണ്ട്. നമ്മൾ പുറത്തെത്തി. ഇനി എന്താ ചെയ്യണ്ടേ? ഇത് വീഴ്ത്തണം. വേഗം അവന് ഓടക്കൊച്ച് ഇതൊക്കെ എന്ത്? അവിടെ എന്തോ ഫ്ലവർ
ആ ഇതാ ആദ്യം കണ്ട ഫൈൻഡ് ദി ഫ്ലവർ എന്ന് പറഞ്ഞേ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്തോ കാസറ്റ് ഇരിപ്പുണ്ട്, അത് നമുക്ക് അവിടെ ഇടാം. Final log in relation. Experiment ഇതെന്തോ ഒരു നമ്പർ ഒക്കെ 1006. പറയുന്നുണ്ട്. The prototype. ഫൈനൽ Coordination and cooperation is evidently within his skill set, as well as the skill set of all other experiments of his type. Though still missing, today's events are no doubt in relation to him. ഇതെന്താ സംഭവം? His absence was a flaw in the scientific process, which should have under no circumstances been left unaccounted for. ആണെന്ന് തോന്നുന്നു. That's why I'm making this ഇത് log, ബ്ലഡ് ഒക്കെ so ഉള്ളു. that the same mistake അത് ഇനി won't be ഗെയിമിൽ made നോർമലാ. twice. Any future ഇവിടെ experiments എന്തോ will be വഴിയുണ്ട്. contained and disposed of in ഇവിടോട്ട് a secure പോകരുതെന്നൊക്കെ location. I'm പിന്നെ not worried about myself. പിന്നെന്തിനാ ഞാൻ One ഇങ്ങോട്ട് breakthrough and I'll be back. ഈ ഗെയിമിൽ We must forge പിന്നെന്തിനാ onwards in the name ഈ of science, സ്ഥലത്തോട്ട് വരാം? whether those who are beneath us understand it or not. End of. ഇവിടെ കണ്ടൊക്കെ പറയുന്ന എല്ലാവരും ഇവിടം തൊട്ട് എൻ്റെ ആവും, ഇവിടെ വാ എൻ്റെ ആവുന്നതിന്. ഇത് പൊട്ടിച്ചരിഞ്ഞ യു ഓപ്പൺ മൈ കേസ്. ഗൈസ് ഗെയിം എൻ്റെ ആയെന്ന് തോന്നുന്നു. ഗെയിം എൻഡായി. അതാണ്ട് ഞാൻ അത്രേ ഉള്ളൂ. ചാപ്റ്റർ 1 2 ഇച്ചിരി ലോങ്ങാണ്. അത് നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇടുന്നു. എല്ലാവർക്കും ബൈ. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കും. ലൈക്ക് അടിക്ക്. ലൈക്ക് ആൻഡ്